വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ഓപ്ഷൻ ട്രേഡറിലേക്ക്. വെൽക്കം ടു യു ആൾ ടു ഓപ്ഷൻ ട്രേഡർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 7-ാം തീയതി ജാനുവരി മാസം 2025 രാവിലെ 7:38 ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ എവിടെ നിന്നാണ് രാവിലെ റെസിസ്റ്റൻ്റ് എടുത്തതും അവിടെ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഫാള് കിട്ടിയതും ഇടയ്ക്ക് സപ്പോർട്ടിൽ വെച്ച് എങ്ങനെയാണ് കാണേണ്ടതും ഇതൊക്കെ ലൈവിൽ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, വെറും 30 പോയിൻ്റല്ലേ ബുക്ക് ചെയ്തത്, ഇന്നലെ നല്ല ഫാളായിരുന്നില്ലേ, അപ്പോൾ അത് ഫുള്ളായിട്ട് റൈഡ് ചെയ്തൂടെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് ഓപ്ഷൻ ബയറിന് പറ്റുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം ഓപ്ഷൻ ബയറിൻ്റെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒന്നുകിൽ നല്ല താഴോട്ട് ഒരു 100, 150, 200 പോയിൻ്റ് നമുക്ക് ഓപ്ഷൻ പ്രീമിയത്തിൽ റൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മുകളിലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസവും പോയിൻറ്റ്സ്, ആദ്യം ഒരു പർട്ടിക്കുലർ പോയിൻറ്റ്സ്. ഇപ്പം ഞാൻ ഇതിന് മുന്നേ ബാങ്ക് നിഫ്റ്റിയാണ് കൂടുതൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ പ്രീമിയത്തിൻ്റെയൊക്കെ കുറച്ച് മന്ത്ലി കോൺട്രാക്റ്റ് ആയതുകൊണ്ട് പ്രീമിയം കുറച്ച് ബഡ്ജ് ചെയ്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഞാൻ അധികം അങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷേ നിഫ്റ്റിയിലിപ്പം നമുക്ക് കമ്പയർ ചെയ്യുമ്പം കുറച്ച് നല്ലൊരു ഇതുണ്ട്, വോളറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിഫ്റ്റിയിലോട്ട് ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓവർ ചെയ്തത്. ഈ മാസമാണ് സ്വിച്ച് ഓവർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന് മുന്നേ ട്രേഡ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് ഒരു ദിവസം 50-100 പോയിൻ്റ് എങ്ങനെ പോയാലും റൈഡ് ചെയ്യുമായിരുന്നു. ഇവിടെ ലാട്ട് കൂടി ജാനുവരിയിൽ. അപ്പം ലാട്ട് കൂടിയതിന് ശേഷം നിഫ്റ്റി 50യിൽ ഓപ്ഷൻ്റെ ലാട്ട്സ് കൂടി 75 ഒരു ലോട്ട്. അപ്പം ഞാൻ അവിടെ ചെയ്യുന്ന അതേ ഇവിടെ ലാട്ട്സ് കൂട്ടിയിട്ട് ഞാൻ 50 പോയിൻ്റ് 100 പോയിൻ്റ് റൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് എല്ലാം ഞാൻ റൈഡ് ചെയ്യുന്നതും അവിടെ എൻട്രി ആകുന്നതും എക്സിറ്റ് ആകുന്നതും അതിൻ്റെ സ്ക്രീൻഷോട്ടും ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസ് ആയിട്ട് എനിക്കൊരു 20-30 പോയിൻ്റ് അടുപ്പിച്ച് എല്ലാ ദിവസവും പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തൃപ്തിയാകുന്നുമുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഇതുകൊണ്ട് ആരും തൃപ്തിയാവില്ല. പക്ഷേ ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക, ഈ കൺസിസ്റ്റൻസി ആദ്യം കൊണ്ടുവരിക. ഒരു ലോട്ടിലാണെങ്കിൽ ഒരു ലോട്ടിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഏത് പോയിൻറ്റിലാണ് കയറണം. നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇത് നോക്കുക, ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ ലെവൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവൽസിൽ വരുമ്പോൾ എന്തുകൊണ്ട് ഒരു 30 പോയിൻറ്റിൻ്റെ ഒരു റിസ്ക് എടുത്തുകൂടാ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പം റെസിസ്റ്റൻറ്റിൻ്റെ അവിടെ മാർക്കറ്റ്, അതായത് ആ ലെവലിലോട്ട് വരുമ്പോൾ അവിടെ ഒരു പി എടുക്കാനോ, താഴെ സപ്പോർട്ടിൽ വരുമ്പം അവിടെ ഒരു സി എടുക്കാനോ ട്രൈ ചെയ്യുക. കാര്യത്തിൽ അതിൻ്റെ POCയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയുന്നുണ്ട്. ഈ ലെവലിൽ വരുമ്പോൾ ഇങ്ങനെ വരും എന്നുള്ള POC, പോയിൻ്റ് ഓഫ് കൺട്രോൾ, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ലെവൽ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവിടെ നിന്ന് ഒരു 20 പോയിൻ്റ് SL ഇട്ടിട്ട് ഒരു 20 പോയിൻ്റ് റൈഡ് ചെയ്താൽ 1:1 ആയില്ലേ. ഇങ്ങനെ റെഗുലറായിട്ട് നിങ്ങൾ എടുത്ത് നിങ്ങളെ വിജയിക്കുകയാണെങ്കിലും അല്ല നിങ്ങളുടെ വേറൊരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരികയാണെങ്കിലും ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും പോസ്റ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം. ഞാനിന്ന് ബാങ്ക് നിഫ്റ്റി നോക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് നിഫ്റ്റി നമുക്ക് 105 പോയിൻ്റ് ഡിഫറൻസ് വന്നു കേട്ടോ. ഇന്നലെ 93 ആയിരുന്നു ഡിഫറൻസ്, 86 പോയിൻ്റ് ഡിഫറൻസ് ആയിരുന്നു. ഇന്ന് 105 പോയിൻ്റ് ഡിഫറൻസ് നിഫ്റ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഫ്യൂച്ചറിനും സ്പാട്ടിനും. സോ നമുക്ക് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്, ഇതാണ് ഫ്യൂച്ചറിൻ്റെ ചാർട്ട്. വളരെ ചെറുതായിട്ടുള്ള ഒരു ലെവലിലായിരിക്കും, പക്ഷേ ഇന്ന് POC കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ചാർട്ടിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ആയിട്ട്. കാര്യത്തിൽ 177 എന്ന് പറയുന്ന ഒരു പ്രൈസ് ലെവൽ സപ്പോർട്ടായിട്ടും 208 എന്ന് പറയുന്ന ഒരു പ്രൈസ് ലെവൽ നമുക്ക് ഒരു റെസിസ്റ്റൻ്റ് ആയിട്ടും നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഇതിനു മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത് മാർക്കറ്റ് ഒരു ബാലൻസ് മോഡിലോട്ട് പോകും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രാഡിലോ സ്ട്രാങ്കിളോ അല്ലാതെ ഒരു മൾട്ടി ഹെഡ്ജിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഇന്ന് ഫോം ആവുന്നത്. ഇത് വെറുതെ ആ ഒരു ന്യൂസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫാളാണ് കേട്ടോ. ഇങ്ങനെ മാർക്കറ്റ് അങ്ങനെ വീഴുന്നതല്ല. മറ്റേ HMPI എന്ന് പറഞ്ഞൊരു വൈറസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ കയറി ഷോർട്ട് ചെയ്യുന്നതാണ്. ഈ ഷോർട്ടിങ്ങിന് വലിയൊരു ഇതൊന്നുമില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഈ ഷോർട്ടിങ്ങിന് നമുക്ക് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇതിനകത്ത് വെറും വീക്കേഴ്സ് ഹാൻഡാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു അവരുടെ സെല്ലേഴ്സിൻ്റെ ഒരു ആക്റ്റീവ് നോക്കുമ്പോഴത്തേക്കും മന്ത്ലി സപ്പോർട്ടിന് മുകളിലാണ് ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്യൂച്ചറാണ്. നിങ്ങളുടെ ട്രേഡുകൾ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക. നല്ല നല്ല സക്സസ്സിലോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കണ്ടതിൽ നന്ദി, നമസ്കാരം. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ നാളെ മുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.